അന്റാർട്ടിക്ക പോലെ ചുറ്റും മഞ്ഞു കൂമ്പാരങ്ങളാൽ നിറഞ്ഞ ഒരു ഭൂമി സങ്കല്പിച്ചു നോക്കൂ. അതെ, അതാണ് ഹിമയുഗം. ഹിമയുഗം വീണ്ടും വരികയാണോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയെ പൊതിഞ്ഞിരുന്ന ആ മഞ്ഞുപാളികൾ തിരികെ വരുന്നുവോ? കാലാവസ്ഥാ മാറ്റത്തിനും മനുഷ്യന്റെ പ്രകൃതി ചൂഷണത്തിനുമൊക്കെ ഭൂമി മറുപടി നൽകുകയാണോ? 11,000 വർഷം മുമ്പ് ഭൂമിയിൽ നിന്നും ധ്രുവ പ്രദേശങ്ങളിലേക്ക് പിൻവലിഞ്ഞ ആ ഹിമാദ്രികൾ ഭൂമിയെ വിഴുങ്ങാൻ വീണ്ടും എത്തുകയാണോ? അന്നത്തെ ഹിമയുഗത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു അതിജീവിച്ചത്? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശാലമായ ഹിമാനികൾ ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടന്നിരുന്നു. എങ്ങും ഹിമം മാത്രം. ഈ സമയത്ത് താപനില കുത്തനെ കുറയുകയും സമുദ്രനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്യും. 10,000-കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന അവസാന ഹിമയുഗം അന്നുവരെയുള്ള ജീവജാലങ്ങളെ ഭൂലോകത്തു നിന്നും മാറ്റി. ആ ഹിമയുഗത്തെ അതിജീവിച്ചവരുടെ ഭൂമിയായി പിന്നീട് അതിശൈത്യം പല ജീവജാലങ്ങളെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റും. പലതും ഭൂതകാലത്തിലേക്ക് മറയും. മൃഗങ്ങൾ വിഭവങ്ങൾ തേടി പല ഭൂഭാഗത്തേക്കും കുടിയേറും. ആദിമ മനുഷ്യർ നവീകരിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ്. അവന്റെ ജീവിതം സുഗമമാക്കാൻ അവൻ ഉപകരണങ്ങൾ സൃഷ്ടിക്കുകയും പുതിയ ജീവിത രീതികൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇനിയും ഇങ്ങനൊന്ന് ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. എന്താണ് ഹിമയുഗം? ഭൂമിയുടെ താപനിലയിൽ വളരെയധികം കുറവുണ്ടായ ചില സുദീർഘമായ കാലയളവുകളെയാണ് ഹിമയുഗം എന്ന് പറയുന്നത്. ധ്രുവങ്ങളിലെയും ഭൂഖണ്ഡങ്ങളിലെയും മഞ്ഞുപാളികളും ഹിമാനികളും ഇക്കാലയളവിൽ വളരെയധികം വലുതാകുന്നു. ഗ്ലേസിയേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഹിമപാളികളുള്ള ഈ കാലഘട്ടത്തെയാണ് ശാസ്ത്രീയമായി ഹിമയുഗം എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ ഹിമപാളികൾ ഇപ്പോഴും ഉള്ളതിനാൽ ഭൂമിയിൽ ഇപ്പോഴും ഹിമയുഗം ഉണ്ടെന്ന് പറയാം. എന്നാൽ വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നിവിടങ്ങളിൽ തണുത്തുറഞ്ഞ ഹിമപാളികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തെയാണ് ഹിമയുഗം എന്നതുകൊണ്ട് സാമാന്യമായി അർത്ഥമാക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഹിമയുഗം ഏകദേശം 11,000 വർഷം മുമ്പ് അവസാനിച്ചു. ഹിമയുഗ കാലത്തു തന്നെ താരതമ്യേന ചൂടേറിയ കാലയളവിനെ ഇന്റർഗ്ലേഷ്യൽ കാലയളവ് എന്നും മഞ്ഞു മൂടി താപനില വളരെ താഴ്ന്നിരിക്കുന്ന കാലയളവിനെ ഗ്ലേഷ്യൽ കാലയളവ് എന്നും പറയുന്നു. നിലവിലെ ഹിമയുഗത്തിലെ ഒരു ഇന്റർഗ്ലേഷ്യൽ കാലയളവാണ് ഭൂമിയിൽ ഇപ്പോൾ തുടരുന്നത്. എന്താണ് ഹിമയുഗത്തിന്റെ കാരണം? ഹിമയുഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇന്നും തർക്ക വിഷയമായി തുടരുകയാണ്. വൻതോതിലുള്ള ഹിമയുഗ കാലഘട്ടങ്ങളുടെയും ഹിമയുഗ കാലത്തുള്ള മാറി മാറി വരുന്ന ഗ്ലേഷ്യർ, ഇന്റർഗ്ലേഷ്യർ കാലഘട്ടങ്ങളുടെയും കാരണങ്ങൾ ഇതുവരെയും പൂർണ്ണമായും വിശദീകരിക്കാൻ ശാസ്ത്രത്തിനായിട്ടില്ല. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ തുടങ്ങിയവയുടെ മൂലകങ്ങളുടെ സാന്ദ്രത, അന്തരീക്ഷ ഘടകങ്ങൾ, ഭൂമിയിലെ പ്രദക്ഷിണപഥത്തിലെ വ്യതിയാനങ്ങൾ, ഭൗമഫലകങ്ങളുടെ ചലനം മൂലമുണ്ടാകുന്ന ഭൂഖണ്ഡ സമുദ്ര ഭൗമപാളികളുടെ സ്ഥാനത്തിലുള്ള ആപേക്ഷിക വ്യത്യാസം, കാറ്റുകളിലും സമുദ്രജല പ്രവാഹത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ, സൂര്യവികിരണങ്ങളിലെ മാറ്റങ്ങൾ, ഭൂമിയുടെയും ചന്ദ്രന്റെയും പ്രദക്ഷിണപഥങ്ങളുടെ പ്രത്യേകതകൾ, വൻ ഉൽക്കാപതനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഹിമയുഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇതിൽ ചില ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രാസസംയോഗത്തിലുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കും. അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങൾ അന്തരീക്ഷ രാസസംയോഗം മാറ്റുവാനും ഇടയാക്കും. അന്തരീക്ഷ വ്യതിയാനങ്ങളിൽ ഹിമയുഗത്തിന്റെ കാരണമായവയിൽ ഏറ്റവും പ്രസക്തമായത് ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിന്റെ വ്യതിയാനങ്ങളാണ്. ഹിമയുഗം തുടങ്ങുമ്പോൾ ഈ വാതകങ്ങളുടെ അളവ് കാര്യമായി കുറഞ്ഞു എന്നതിനും ഹിമയുഗം അവസാനിക്കാറായപ്പോൾ അത് കൂടിയെന്നതിനും തെളിവുകളുണ്ട്. പക്ഷെ ഇതിനുള്ള കാരണവും അതുണ്ടാക്കിയ പ്രഭാവവും തെളിയിക്കുക ബുദ്ധിമുട്ടാണ്. ഹിമയുഗത്തിന്റെ കാരണങ്ങളായി പറയപ്പെടുന്ന ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനചലനവും അഗ്നിപർവ്വത പ്രക്രിയകളുമൊക്കെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടായ വ്യതിയാനത്തിന് കാരണമായിരിക്കാം. ഹിമയുഗത്തെ മനുഷ്യർ അതിജീവിച്ചത് എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഹിമയുഗത്തെ മനുഷ്യർ അതിജീവിക്കുകയായിരുന്നു. 24,000-നും 21,000-നും വർഷങ്ങൾക്കിടയിൽ ഭൂമിയെ പൊതിഞ്ഞ ശൈത്യകാലത്തെ മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് നേരിട്ടു. വലിയ ഹിമപാളികൾ വടക്കേ അമേരിക്കയെയും വടക്കൻ യൂറോപ്പിനെയും ആകെ മൂടിയ കാലഘട്ടമാണത്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, തെക്കേ അമേരിക്കയിലെ ആൻഡീസ് തുടങ്ങിയ പർവ്വതനിരകൾ ഹിമാനികളാൽ പൊതിയപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ആധുനിക മനുഷ്യ സമൂഹമായ ഹോമോസാപ്പിയൻസിന്റെ പൂർവിക തലമുറയിൽപ്പെട്ടവർ ആഫ്രിക്കൻ ഹൃദയഭൂമിയിൽ നിന്ന് വടക്കൻ യൂറോപ്യൻ, യുറേഷ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു. മസ്തിഷ്ക വികാസം പ്രാപിച്ചവരും അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് സായുധരുമായ ഇവർ നമ്മളോട് ഏറെ സാമ്യം പുലർത്തിയിരുന്നവരാണ്. അവരുടേത് അതിജീവനം മാത്രമായിരുന്നില്ല. പ്രകൃതിയോടും കാലാവസ്ഥയോടും കലഹിച്ച് അവർ അഭിവൃദ്ധിപ്പെട്ടു. അവർ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടേയിരുന്നു. ഷെൽട്ടറുകൾ നിർമ്മിച്ച് അവിടെ ചൂടുറപ്പാക്കി അവർ താമസം ആരംഭിച്ചു. മനുഷ്യർ അവരുടെ ആശയവിനിമയം ഉപയോഗപ്പെടുത്തി അവിടെ നിന്നും അവരുടെ സാമൂഹിക ജീവിതം പടുത്തുയർത്തി. അത് അവരെ അതിജീവനത്തിന് പ്രാപ്തരാക്കി. ഇവിടെ വെച്ചാണ് മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയത്. തുകൽ കൊണ്ടും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ രോമം ഉപയോഗിച്ച് ശരീരത്തിന് ചൂട് നിലനിർത്തിക്കൊണ്ടും
അവർ ഹിമയുഗത്തെ നേരിട്ടു. എന്നായിരുന്നു അവസാനത്തെ ഹിമയുഗം? അത് ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലെ ഇന്റർ ഗ്ലേഷ്യർ കാലഘട്ടത്തിലെ തുടക്കമായ ഹോളോസീൻ യുഗത്തിന്റെ ആരംഭത്തോടെ അവസാനിച്ചു. ശൈത്യം മൂടിക്കിടന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മഞ്ഞുരുകിപ്പോയി, മണ്ണ് കാണാൻ തുടങ്ങി. ഹിമയുഗത്തിന്റെ തുടക്കത്തിലെ പോലെ തന്നെ ആ കാലാവസ്ഥാ മാറ്റത്തെ അംഗീകരിക്കാൻ കഴിയാതെ വന്ന പല ജീവിജാലങ്ങളും മഞ്ഞുരുക്കത്തിൽ ഇല്ലാതായി. ഹോമിനിഡെ കുടുംബത്തിലെ നിയാണ്ടർതാലുകളും അപ്പോഴേക്കും നശിച്ചിരുന്നു. എന്നാൽ ഹോമോസാപ്പിയൻസ് അതിജീവിച്ചു. ഭൂമിയിൽ സംഭവിച്ച ഈ പരിവർത്തനം ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമായി. അത് മനുഷ്യ സമൂഹങ്ങളുടെ വികാസത്തിന് നിർണായകമായ കാരണമായി മാറുകയായിരുന്നു. ഹിമാനികൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. തീരപ്രദേശങ്ങളും പരിസ്ഥിതി വ്യവസ്ഥകളും സൃഷ്ടിക്കപ്പെട്ടു. അന്തരീക്ഷം ചൂടുപിടിക്കാൻ തുടങ്ങി. സൂര്യന്റെ ചൂടും മണ്ണിലെ നനവും ഭൂമിയിൽ വർഷങ്ങൾക്ക് ശേഷം പച്ചപ്പ് വിരിച്ചു. ചൂടുപിടിച്ച കാലാവസ്ഥ വനങ്ങളുടെയും പുൽമേടുകളുടെയും വളർച്ചയെ പിന്തുണച്ചു. മനുഷ്യൻ നദീതടങ്ങളിലേക്ക് കുടിയേറി തുടങ്ങി. വേട്ടയാടി നടന്നവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. വേട്ടയ്ക്ക് ആയുധം പണിതവർ കൃഷിക്ക് ആയുധം പണിതു. മനുഷ്യൻ പുതിയ സംസ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇനിയും ഹിമയുഗം വരുമോ? സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ അടക്കമുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നത് 1,00,000 വർഷം കൂടുമ്പോൾ ഭൂമിയിൽ മഞ്ഞ് മൂടുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിമയുഗം ഉണ്ടാകുന്നത് എന്നല്ലേ പറയാം. സമുദ്രങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ. ഭൂമിയിലെ ജീവജാലങ്ങളുടെ പരിണാമത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഹിമയുഗങ്ങൾ. ഓരോ 1,00,000 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ഹിമയുഗം സംഭവിച്ചിട്ടുള്ളത്. 10,00,000 വർഷം മുമ്പാണ് 1,00,000 വർഷം എന്ന ഇടവേള ഉണ്ടായത്. അതിനു മുമ്പ് 40,000 വർഷത്തിലും ഭൂമിയിൽ ഹിമയുഗം സംഭവിച്ചിരുന്നു. ഭൂമിയിലെ സമുദ്രങ്ങൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിച്ചു വെക്കുന്നതാണ് ഹിമയുഗത്തിന്റെ പ്രധാന കാരണമെന്നാണ് കണ്ടെത്തൽ. അസാധാരണമായ തോതിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കുറയുന്നത് താപനില കുറയുന്നതിന് കാരണമാകും. സമുദ്രങ്ങളും അവയിലെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഹിമയുഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാർഡിഫ് സർവകലാശാലയിലെ ഗവേഷകരാണ്. ഓരോ ഹിമയുഗത്തിലും വടക്കേ അമേരിക്കയും യൂറോപ്പും ഏഷ്യയും തുടങ്ങി ഭൂമിയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കും. അവസാനത്തെ ഹിമയുഗം 11,000 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഹിമയുഗത്തിന്റെ സമയത്ത് സമുദ്രങ്ങൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അത് സമുദ്രാന്തർ ഭാഗത്തേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യും. സമുദ്രങ്ങൾക്ക് മുകളിലെ മഞ്ഞുപാളിയുടെ വലിപ്പം കൂടുന്നതോടെ അന്തരീക്ഷത്തിൽ നിന്നും എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനുള്ള ശേഷി സമുദ്രങ്ങൾക്ക് നഷ്ടമാകുന്നു. ഇത് ഭൂമിയിൽ തണുപ്പ് കൂടുന്നതിന് കാരണമാകുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തിയ ചെറുജീവികളുടെ ഫോസിലുകളിലൂടെയാണ് 1,00,000 വർഷത്തിന്റെ ഇടവേളയിൽ മഞ്ഞുപാളികളുടെ വലിപ്പം കൂടുന്നതും കുറയുന്നതുമായി ഗവേഷകർ കണ്ടെത്തിയത്. സമുദ്രങ്ങളിലെ ആൽഗകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും നിർണായക പങ്കുണ്ട്. ഇപ്പോൾ ഭൂമി ഉഷ്ണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അവസാനത്തെ ഹിമയുഗത്തിനു ശേഷം ക്രമാനുഗതമായി ഊഷ്മാവും സമുദ്രനിരപ്പും ഉയരുകയാണ് ഉണ്ടായത്. മനുഷ്യനിർമ്മിതമായ ആഗോളതാപനം ഹിമയുഗത്തിലേക്കുള്ള ഭൂമിയുടെ പ്രയാണത്തിന്റെയും വേഗം കൂട്ടുന്നുണ്ടെന്നാണ് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഉഷ്ണഘട്ടത്തിലൂടെയാണ് ഭൂമി കടന്നുപോകുന്നത്. അവസാനത്തെ ഹിമയുഗത്തിനു ശേഷം ക്രമാനുഗതമായി ഉഷ്ണവും സമുദ്രനിരപ്പും ഉയരുകയായിരുന്നു. ആഗോളതാപനം ഹിമയുഗത്തിലേക്കുള്ള ഭൂമിയുടെ വേഗത കൂട്ടുന്നുവെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. കുറഞ്ഞത് 50,000 വർഷങ്ങൾക്ക് ശേഷം ഹിമയുഗം സംഭവിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലെങ്കിലും കാലാവസ്ഥയിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇത് നേരത്തെയാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗൾഫ് സ്ട്രീം പോലുള്ള സമുദ്ര പ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ആഗോളതാപനം ഒരു ഹിമയുഗത്തിന് കാരണമാകുമെന്ന് ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും 1950-കൾക്ക് ശേഷം സൂര്യന്റെ ഊർജം വർദ്ധിച്ചിട്ടില്ലെന്നാണ് നാസയുടെ കണ്ടെത്തൽ. അതേസമയം ആഗോള താപനില ഉയർന്നു വരികയുമാണ്. അപ്പോൾ ഹിമയുഗം വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.